Thank you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. സന്തോഷത്തോടെ ആ കരങ്ങൾ ഉയർത്തി ഒരു ഹാലലൂയ പറഞ്ഞാട്ട്. ഹാലലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകി. ഭാരങ്ങളും വേദനകളും നിരാശകളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ഹല്ലേലൂയ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയപ്പാൻ തക്കവണ്ണം ഇടയാക്കിയാണ്. ആമേൻ. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ കണ്ട് പതറാതെ കണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തിന്റെ ആ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിപ്പാൻ കൃപ ലഭിച്ചവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം ചെയ്താട്ട്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഞാൻ നിങ്ങളുമായിരുന്നെടുത്ത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ അനുഭവിപ്പാൻ ഇടയായി തീർന്നുവെങ്കിൽ മൗനമായിരിക്കാതെ നന്ദിയുടെ ഹൃദയത്തോടെ അതരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം. ശ്രുതികളിന്മേ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഓ വാഗ്ദത്തങ്ങൾ വിശ്വസനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് പകലിലും അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഉപവാസ പ്രാർത്ഥനയുടെ 22ാമത്തെ രാത്രി, ആമേൻ, 22ാമത്തെ ദിനം, ആമേൻ, സമാധാനം സന്തോഷം കർത്താവെ അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിച്ച് ശരീരാത്മതികളെ ബലപ്പെടുത്തി ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനവുമായി കർത്താവെ ലൈവിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ സഹായിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കുടുംബമായ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന് രാത്രി ലൈവിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, വചനത്തിന്റെ ശക്തി പ്രാപിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി ചലിക്കുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് ധാരാളമായി എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഒരടി പാട്ടുകൾ പാടി നമ്മുടെ കരങ്ങളെ അടിച്ചതിന് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ വചനം എത്രയും വേഗം ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. ലോകം മുഴുവൻ ഭയപ്പെട്ടിരിക്കുകയാണ്. കൊറോണ ലോകവ്യാപകമായി, വിശേഷ ഇന്ത്യയിൽ കേരളത്തിൽ ആഗോള വ്യാപകമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭരണകൂടങ്ങൾ ആശങ്കലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിലും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ ആ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായി നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവേ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും തീച്ചുളവിന്റെ ഓടിയെന്നാലും ഭയപ്പെടേ
തന്നുള്ളം കൈവാകി തീരുമെന്നും കൺമണി പോലിനെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈയിൽ വാകി തീരുമെന്നോ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് ആമേൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് കൂട്ടിനായാലും കൂടെ വന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂട്ടിനായാലും കൂടെ വന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൽമുള്ളം കൈവാടത്തവനിന്റെ കൂടെ നടക്കും കൂടെ വസിക്കൂ തന്നുള്ളം കൈവാടത്തവനിന്റെ കൂടെ നടക്കും കൂടെ വസിക്കൂ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട അമേരിമാനുവേ നിന്റെ കൂടെയുണ്ട് ആമേൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേ നിന്റെ കൂടെയുണ്ട് ആമേൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേ നിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോത്താൽ വർണ്ണിപ്പാനായിരക്കാറുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോത്താൽ വർണ്ണിപ്പാനായിരക്കാറുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ആമേൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ആമേൻ ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഓ ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. Praise the Lord. Hallelujah. ഭയപ്പെടേണ്ട. ആമേൻ. ഇന്ന് രാത്രിയിലും ആ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ ഉള്ളവൻ എന്നർത്ഥമുള്ള യേശു കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അവരുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായവൻ സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവനെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിലും ഹൃദയ തകർച്ചയോടെ ഹല്ലേലൂയ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുന്നവർക്ക് ആശ്വാസമായി ആനന്ദമായി സങ്കേതമായി പരിചയമായി രക്ഷയായി പാറയായി ഹല്ലേലൂയ വെളിപ്പെടുന്ന നല്ല കർത്താവ് ഹല്ലേലൂയ താങ്ങി ആമേൻ അതേ നമ്മെ നടത്തുന്നത് കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും പരിപാലിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളത് ഹല്ലേലൂയ. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ വെള്ളോട്ടിന് സദൃശ്യമായ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച കാലുള്ളവൻ ഹല്ലേലൂയ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ രാത്രി നമ്മുടെ കൂടെയുണ്ട് ഹല്ലേലൂയ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ആമേൻ നമ്മെ മറന്നു കളയുന്നവനല്ല. നമ്മുടെ കർത്തത കണ്ട് ആമേൻ ഓടി അകലുന്നവനല്ല. നമ്മുടെ ഏത് സാഹചര്യത്തിലും
ആമേൻ. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ മറുകാല് താണു പോകുന്ന സാഹചര്യമായാൽ കരം പിടിച്ചുയർത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി അവന്റെ വചനം ശ്രവിപ്പാൻ ശ്രോതാക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ലൈവിൽ എന്നോടൊപ്പം ആയിരിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഇന്ന് രാത്രിയിലും ഈ ഉപവാസ പ്രാർത്ഥനയുടെ 22ാമത്തെ ദിനം രാത്രി ദൈവവചനവുമായി ഈ ലൈവിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിലും പതിവ് പോലെ ചോദ്യത്തോടു കൂടെയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇതാ ചോദ്യം: നിങ്ങൾ ഇപ്പോഴും അപലപിക്കപ്പെടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് ധ്യാനിപ്പാനായി ചിന്തിപ്പാനായി നൽകിയിരിക്കുന്ന വചനം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തു യേശുവിൽ ഉള്ളവർ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരിലാണ്? ആമേൻ. ആരുടെ വകയാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവരാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തു യേശുവിൽ ഉള്ളവരാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഒരു ശിക്ഷാവിധിയും ഇല്ല. ആമേൻ. കരമുയർത്തി ഒന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്ത. ഹല്ലേലൂയ. ആകയാൽ ക്രിസ്തുവിനുള്ളവർ, ഹല്ലേലൂയ, ജഡത്തെ അനുസരിച്ചല്ല ആത്മാവിന്റെ പിന്നാലെ ആമേൻ നടക്കുന്നവർക്ക്, ഹല്ലേലൂയ, ശിക്ഷാവിധി. മനസ്സിലായവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ഹല്ലേലൂയ, ഒരു ശിക്ഷാവിധിയുമില്ല. എന്താ അതിന്റെ ശരിയായ അർത്ഥം? ക്രിസ്തു യേശുവിലുള്ളവർ, ആമേൻ, ജഡത്തെ അനുസരിച്ചല്ല ആത്മാവിന്റെ ആമേൻ പിന്നാലെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നവർ ദുഷ്ടന്റെ കൂടെയോ പാവികളുടെ കൂടെയോ പരിഹാസികളുടെ കൂടെയോ സമയം ചെലവഴിക്കാതെ ആത്മാവിനാൽ എഴുതപ്പെട്ട അഭിഷക്തന്മാർക്ക് ദൈവം ആത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്ത സത്യ വേദ പുസ്തകം, ആമേൻ, എന്തു പറയുന്നുവോ അത് രാപകലില്ലാതെ ധ്യാനിച്ച് ആ നിയമങ്ങളും ആ കൽപ്പനകളും ആ പ്രമാണങ്ങളും, ആമേൻ, അനുസരിച്ച്, ആമേൻ, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാത പിൻപറ്റുന്നവർക്കാണ് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, അതിനാൽ, ഹല്ലേലൂയ, ഏതിനാൽ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ, ആമേൻ, അതുകൊണ്ട് അല്ലെങ്കിൽ ആകയാ അല്ലെങ്കിൽ അതിന, ആമേൻ, കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട്, എന്തുകൊണ്ട്? ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ മക്കളായി മാറിയതുകൊണ്ട്, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ആമേൻ, പിതാവായ ദൈവത്തിന്റെ മക്കളെന്ന പദവി ലഭിച്ച് ആ ആത്മാവിനെ പ്രാപിച്ച് അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ. 14-ാം അധ്യായം, ആമേൻ, അതിന്റെ 25-ാം വാക്യം, ആമേൻ, എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് വായിക്കാം. 14-ാം അധ്യായം 25-ാം വാക്യം, സോറി, 7-ാം അധ്യായം, ആമേൻ, 14-ാം വാക്യം. റോമാലേഖനം 7-ാം അധ്യായം 14-ാം വാക്യം. ന്യായപ്രമാണം ആത്മീയമെന്നും
നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അതിന്റെ 17-ാം വാക്യം. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നതും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഒരു മനുഷ്യന്റെ അകത്ത് കിടക്കുന്ന ആമേൻ അതെ ചിന്തകൾ, ഹല്ലേലൂയ, അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയാ. ആമേൻ. അത് ജഡത്തിന്റെ ചിന്ത. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാതെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന, എന്നിൽ കിടക്കുന്ന പാപമത്രേ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. അതെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്നെ ക്രിസ്തു യേശുവിൽ സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുവെന്നതിന്റെ മറ്റൊരു സൂചന ആമേൻ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. പാപവുമായുള്ള അവന്റെ പൂർണ്ണമായും ആമേൻ ഹല്ലേലൂയ അതെ ആ തകർന്ന ജീവിതത്തിനുടമയായ അവസ്ഥയിൽ ഹല്ലേലൂയ അവനെ തന്നെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാതെ ഞാൻ പകയ്ക്കുന്നത് ചെയ്യുവാൻ കാരണം എന്റെ അകത്ത് കിടക്കുന്ന പാപമാണ്. ഹല്ലേലൂയ. അപ്പോ പാപം ചെയ്യുന്ന വ്യക്തി മരിക്കും. പാപത്തിന്റെ ശമ്പളം എന്തുവാ? മരണമാണ്. ഹല്ലേലൂയ. എന്നാൽ പാപിയെ സ്നേഹിച്ച് പാപത്തിൽ നിന്ന് ആമേൻ ഒരു മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാമെന്ന് പിതാവായ ദൈവം ആമേൻ ചിന്തിച്ച് ആമേൻ തന്റെ ചിന്തയിൽ ഉൾത്തിരിഞ്ഞു വന്ന ആശയമാ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഹല്ലേലൂയ. 7-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുന്ന തരത്തിൽ ആമേൻ അവന്റെ ആന്തരിക സ്വഭാവം ഹല്ലേലൂയ അതെ മാറി ആമേൻ അതെ അല്ലെങ്കിൽ മാറ്റി ആമേൻ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യുന്നു? രസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ ആമേൻ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിമിത്തം ഹല്ലേലൂയ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ വചനം നിമിത്തം ഹല്ലേലൂയ ഉള്ളിൽ അവൻ സ്വീകരിച്ചിരിക്കുന്ന ആ വചനം നിമിത്തം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുന്ന തരത്തിൽ അവന്റെ ആന്തരിക സ്വഭാവം അല്ലെ അവൻ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യുന്നു? രസിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവസഭയിൽ അംഗങ്ങളായി മാറിയിരിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ട വസ്തുത, ഉള്ളത്തിൽ നാം കേൾക്കുന്ന വചനം കൊണ്ട് അവൻ സന്തോഷിക്കുവാൻ കഴിയുന്നുവെങ്കിലും പലപ്പോഴും നാം ഇച്ഛിക്കാത്തത് ചെയ്യത്തക്ക വിധത്തിൽ അവൻ നാം പകച്ചതിനെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തിയുള്ളതാക്കി മാറ്റുന്ന ജഡത്തിന്റെ ചിന്ത ഹല്ലേലൂയ പൂർണ്ണമായി എന്നിൽ നിന്ന് മാറാത്തെടുത്തോളം ഹല്ലേലൂയ ആ ഉള്ളത്തിൽ ഞാൻ അതെ സ്വീകരിച്ച ആ സന്തോഷം അവന്റെ ശരീരം മുഴുവനും അനുഭവിക്കുവാൻ കഴിയാത്ത നിലയിൽ എപ്പോഴും എന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഹല്ലേലൂയ ആമേൻ അതെ ജഡത്തിൻ്റെതാകുന്ന പ്രവൃത്തി ഹല്ലേലൂയ അത് ആ ഉള്ളത്തിൽ ഞാൻ സ്വീകരിച്ച ആ രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് ആമേൻ എപ്പോഴും അനുഭവിക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് എന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആമേൻ കേൾക്കുന്ന വചനം ഉള്ളത്തിൽ ഹല്ലേലൂയ ഒരു മാറ്റമുണ്ടാക്കി ആമേൻ ആ മാറ്റം നിന്റെ ശരീരത്തെ മുഴുവനും അത് നിന്റെ ജഡത്തിൻ്റെതായ ചിന്തകളെ ആമേൻ ഇല്ലാതാക്കിക്കൊണ്ട് ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ആമേൻ ആ രക്ഷയുടെ സന്തോഷം യഥാർത്ഥമായി അനുഭവിക്കുവാൻ കഴിയുന്ന വിധത്തിലേക്ക് ഒരു ഭക്തനെ ആമേൻ കൈപിടിച്ചുയർത്തുവാൻ ഉതകുന്ന ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും ഈ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ
ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള സന്തോഷത്തെ യഥാർത്ഥമായി അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയിൽ ഇരുന്നാണ് ഇന്ന് രാത്രിയിൽ ഈ വചനം എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തി ഹല്ലേലൂയ. ഉള്ളം കൊണ്ട് സന്തോഷിക്കുന്ന നീ അതെ നിന്റെ ശാരീരികമായി, മാനസികമായി, ഭൗതികമായി എല്ലാ മണ്ഡലത്തിലും സന്തോഷിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ അതേ കർത്താവ് ശക്തരാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. 7-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മരണ ശരീരത്തിൽ നിന്ന് വിടുവിച്ചതിന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവനായി, കഴിവുള്ളവനായി താൻ മാറ്റപ്പെടുന്നു. ഹല്ലേലൂയ. അതെ, 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും എന്ത് ചെയ്യുന്നു? സേവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. കാരണം എന്താ? ആമേൻ. ഈ ജഡപ്രകാരം ഈ പാപാങ്കുലമായ ലോകത്ത് അതെ പാപത്തിൽ ജനിച്ച ആമേൻ എന്നെ പാപമില്ലാത്ത ആമേൻ ആ നീതിമാനായ ജീവിക്കുവാൻ ഇടയാകുവാൻ തക്കവണ്ണം ആമേൻ ഞാൻ വിശ്വസിക്കേണ്ടതിന് പിതാവായിരിക്കുന്ന ദൈവം ആമേൻ എന്റെ കാതുകളിൽ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന വചനം ആമേൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം ഞാൻ വിശ്വസിക്കുമ്പോൾ യേശുവിനെ പിതാവ് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നുള്ള ആ രക്ഷയുടെ സന്ദേശം എന്റെ കാതുകളിലൂടെ കേട്ട് എന്റെ അകത്ത് ആമേൻ അത് പ്രവർത്തിച്ച് ആമേൻ എന്റെ ദൈവത്തെ ആമേൻ ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ ദൈവ പൈതലായി ജീവിക്കുവാൻ ഇടയാകുമ്പോൾ ഹല്ലേലൂയ ആമേൻ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയും. അതിനെന്നെ പ്രാപ്തനാക്കിയ, അതിനുവേണ്ടി എനിക്ക് അവസരമൊരുക്കിയ എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്ത് നന്ദിയുള്ളവനായി ജീവിക്കുവാൻ കടപ്പെട്ടവനാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഒന്നും കൂടെ പറഞ്ഞാൽ അതെ പാപാങ്കുലമായ ലോകത്തിൽ ജനിച്ചു വീഴുവാൻ ഇടയായി തീർന്ന ആ പാപം ആദിമ കുടുംബത്തിൽ അതെ ആ പ്രലോഭനത്തിൽ ആമേൻ അകപ്പെട്ട് ആമേൻ അതെ ദൈവ സാന്നിധ്യമില്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ അതെ ആക്കി വെച്ച ആമേൻ രാജകീയമായി വാഴുവാൻ തക്കവണ്ണം ആക്കി വെച്ച ആ കുടുംബത്തെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന മാനവരാശിയെ ആമേൻ കൈപിടിച്ചുയർത്തി ആ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തുവാൻ ദൈവം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ അത് നൽകിയ ഏകനാമം യേശു എന്ന നാമം. ആമേൻ. ആ നാമത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ ശാരീരികമായും മാനസികമായും ഭൗതികമായും എല്ലാ നിലയിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തെ അറിഞ്ഞ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആ ദൈവത്തിന് നന്ദിയുള്ളവനായി സ്തോത്രം ചെയ്ത് ജീവിക്കുവാൻ തന്നെ തന്നെ സമർപ്പിക്കുകയുണ്ടായി. ഇന്ന് രാത്രി അങ്ങനെ സമർപ്പിക്കപ്പെട്ടവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഇന്ന് വരെ ആ രക്ഷ ആമേൻ അതെ സൗജന്യമായി ദാനമായി നൽകുന്ന ആ രക്ഷ സ്വന്തമാക്കിയിട്ട് ഇല്ലാത്ത ആരെങ്കിലും ഈ ലൈവിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അടുത്ത ദിവസങ്ങളിലോ ഈ സന്ദേശം ശ്രവിക്കുന്നുവെങ്കിൽ സ്നേഹിത, സഹോദര, കൂടപ്പിറപ്പേ, മാതാവേ, പിതാവേ, കുഞ്ഞേ, എനിക്കും നിനക്കും വേണ്ടിയ ആ രക്ഷകനായ ക്രിസ്തു ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആമേൻ. ആ രക്ഷകനായ യേശുവിനെ ഇന്ന് വരെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവം ആമേൻ ആ കാൽവറിയിൽ എന്റെ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ പുത്രനെ അതേ കാൽവറിയിൽ യാഗമാക്കി ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് തികച്ചും സൗജന്യമായി ആമേൻ ഈ രക്ഷ, ഈ സമാധാനം, ഈ സന്തോഷം അനുഭവിപ്പാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ആ രക്ഷ, ആമേൻ ആ സമാധാനം, ആ സന്തോഷം ആഗ്രഹിക്കുന്നവർ ആമേൻ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ, ഞാനൊരു പാപിയാ എന്നെ രക്ഷിപ്പാനാണ് പിതാവായ ദൈവം അവിടുന്ന്
ഈ ഭൂമിയിലേക്ക് അങ്ങേ അയച്ചതെന്ന് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എന്റെ ശാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എന്റെ സമാധാനത്തിന് വേണ്ടിയാണ്, എന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ഈ ലോകത്തിൽ വന്നതെന്ന് ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ആമേൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യാണ്? സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അങ്ങനെ സ്തോത്രം ചെയ്യുവാൻ ആമേൻ കൃപ ലഭിച്ചവർ ആ കരമുയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം പറ. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ എന്ത് ചെയ്യുന്നു? സേവിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തന്റെ ജീവിതാനുഭവം പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രസ്താവനകളിലൂടെ അവൻ ക്രിസ്തുവിലാണെന്നും അതിനാൽ അവനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. സമാനമായ ആമേൻ സ്ഥാനത്ത് ഹല്ലേലൂയ ആമേൻ പാപവുമായുള്ള അവരുടെ പോരാട്ടങ്ങൾ കാരണം വിശ്വാസികൾ സ്വയം കുറ്റപ്പെടുത്താൻ പലപ്പോഴും എന്ത് ചെയ്യും? ആമേൻ ചിന്തിച്ചേക്കാം അങ്ങനെ. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവരെ എന്ത് ചെയ്യുന്നില്ല? കുറ്റം വിധിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ജഡം, ഈ ജഡമായ ലോകത്ത് ഈ ജഡം കൊണ്ട് ജീവിക്കുമ്പോൾ ഈ ജഡം എപ്പോഴും അതെ ആ ജഡത്തിൻ്റെതാകുന്ന ചിന്തകൾ, ജഡത്തിൻ്റെതായ ഇഷ്ടങ്ങൾ നടക്കാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യും? ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിനെ ക്രൂശിക്കുക, അതിനെ ഇല്ലാതാക്കുക, അതിനെ മരിപ്പിക്കുക ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ്. അതില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ജയാളിയായി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. 4-ാം അധ്യായം 7-8 വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അത് വ്യക്തമാക്കുന്നുണ്ട്. അധർമ്മന്മാർ മോചിച്ചും പാപം മറച്ചു കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. ധർമ്മത്തിന് ഓപ്പോസിറ്റ് അധർമ്മം എന്ത് ചെയ്യണം? മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവം തങ്ങൾക്കെതിരായി കണക്കാക്കാത്ത പാപങ്ങൾക്കായി വിശ്വാസികളെ എങ്ങനെ ശിക്ഷിക്കും? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആവേശകരമായ ഒരു ഉണർവിന്റെ പ്രസംഗമല്ല ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ജഡിക സ്വഭാവങ്ങളൊക്കെ ഒന്ന് ഉരിഞ്ഞു കളഞ്ഞിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ ഒന്ന് ബലപ്പെട്ട് കഴിയുമ്പോൾ നാം ഉണർവിലേക്ക് എന്ത് ചെയ്യും? നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിരിക്കും. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാതെ സ്തോത്രം പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ ഉറക്കെ ഒരു സ്തോത്രം പറയണം. അത് ദൈവം തങ്ങൾക്കെതിരായി കണക്കാക്കാത്ത പാപങ്ങൾക്കായി വിശ്വാസികളെ എങ്ങനെ ശിക്ഷിക്കും? ഹല്ലേലൂയ. ക്രിസ്തുവിൽ എന്നാൽ അവന്റെ ആത്മീയ ശരീരത്തിലെ അംഗങ്ങളായ അവനുമായി എന്ത് ചെയ്യുക? ഐക്യപ്പെടുക. ഹല്ലേലൂയ. അതെ, ഒരു ദൈവ പൈതൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ ദൈവവുമായി അടുപ്പിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം. ഹല്ലേലൂയ. ആ വചനം അവന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ഉതകുന്ന ജീവന്റെ വചനം അവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ആ ജഡ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് അവൻ ആത്മീയമായ ശരീരത്തിലെ അംഗങ്ങളായ ഹല്ലേലൂയ അവനുമായി എന്ത് ചെയ്യും? ഏകീഭവിക്കുവാൻ, ഐക്യപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് രാത്രി മനസ്സിലായവർ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ കൈ ഇന്നലെ വരെ അന്യായമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ആത്മീയനല്ലാതിരുന്ന സമയത്ത് ഈ കൈ കൊണ്ട് ഞാൻ ന്യായരഹിതമായതെല്ലാം ചെയ്തു, ഈ കാലുകൊണ്ട് ഞാൻ ന്യായരഹിതമായ മേഖലകളിലൊക്കെ പോയി. എന്റെ നാവ് കൊണ്ട് ഞാൻ അസഭ്യം പറഞ്ഞു, എന്റെ കാതുകൊണ്ട് ഞാൻ അരുതാത്തത് കേട്ടു. കാരണം ഞാൻ ജഡീകനായിരുന്നു. ഞാൻ ഈ ലോകത്തിന്റെ ചിന്തകൾക്കനുസരിച്ച്, മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു. എന്നാൽ എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന, എന്റെ കാതുകളിലൂടെ കേട്ട ജീവന്റെ വചനം എന്നിൽ ബലമായി, ശക്തിയായി, അതെ
വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, എന്റെ അകത്തെ മനുഷ്യൻ വളരാൻ തുടങ്ങിയപ്പോൾ, എന്റെ പുറമേയുള്ള ജഡം ആമേൻ അത് ഉടയാൻ തുടങ്ങി, അത് ഇല്ലാതായി. ഇന്ദ്രിയ ജയങ്ങൾ ആമേൻ ഞാൻ പ്രാപിച്ചു. ഇപ്പോൾ ഞാൻ ഒരു ആത്മീയ മനുഷ്യനായി ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തിയ, എന്നെ ശക്തീകരിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന എന്റെ ദൈവത്തിന് ഞാൻ എപ്പോഴും സ്തോത്രം ചെയ്യുന്നവനായി. ഹല്ലേലൂയ, ആമേൻ. അല്ല, ക്രിസ്തു യേശുവിനോട്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നോക്കുക, ഘട്ടം ഘട്ടമായി എന്ന് പറഞ്ഞാൽ പാപാകുലമായ ലോകത്ത് ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവന്റെ ജഡ സ്വഭാവങ്ങൾ നിമിത്തം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം, ഹല്ലേലൂയ, അതെ, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഹല്ലേലൂയ. ഇതിൽ നിന്ന് മനുഷ്യന് കരകയറുവാൻ കഴിയാതെ ഈ പാപാങ്കുലമായ ലോകത്ത് അവൻ കാലെടുത്ത് വെക്കുമ്പോൾ മറുകാല് താണുപോകത്തക്ക വിധത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒരു മനുഷ്യനെ ആഴത്തിലേക്ക് താഴ്ത്തുകൊണ്ടിരുന്നപ്പോൾ, ആമേൻ, അതെ, ആ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കടന്ന് അവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുഴഞ്ഞ ചേറ്റിലേക്ക് ഇറങ്ങി വന്ന് കൈപിടിച്ചുയർത്തുവാൻ ശക്തനായി ദൈവം തമ്പുരാൻ അയച്ച യേശു ക്രിസ്തുവിനെ അറിഞ്ഞ്, ആമേൻ, ഞാൻ ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കപ്പെട്ട നാള് മുതൽ, ഹല്ലേലൂയ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി അത് വളരുവാൻ തുടങ്ങിയപ്പോൾ എന്റെ പുറമെയുള്ള ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഉടയാൻ തുടങ്ങി, തകരാൻ തുടങ്ങി. അങ്ങനെ പൂർണ്ണമായി എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരു ആത്മീയ മനുഷ്യനായി ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ദൈവത്തിന് എന്റെ ഹല്ലേലൂയ അത് കരമടിച്ച് ഇന്ന് രാത്രി എത്ര പേർ സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ് ഈ വചനം കേൾക്കുന്നത്? എന്തിനാണ് വചനം വായിക്കുന്നത്? ആമേൻ. 1-ാം സങ്കീർത്തനം ഭക്തൻ വളരെ വ്യക്തമായി പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം. കാരണം ദുഷ്ടൻ ഭയങ്കര തന്ത്രശാലിയാ, അവൻ ആലോചന പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലെ പൊക്കോ, ഇതിലെ പൊക്കോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, അപ്പനില്ല, അമ്മയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, ആരും കാണുന്നില്ല. കണ്ടോ, ഇങ്ങനെ നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുവാനുള്ള ആലോചന പറയാൻ ഭയങ്കര പുള്ളിയാ. ആര്? പിശാച്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ 40 രാവും 40 പകലും ഉപവസിച്ച് ആമേൻ യോർദാനിൽ ആമേൻ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞ് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ ആ പിശാച് വന്നിട്ട് അവനെ തന്ത്രപൂർവ്വം എന്ത് ചെയ്യുക? കുടുക്കാനായിട്ട് ശ്രമിക്കുകയാ, തകർക്കാനായിട്ട് നോക്കുക, തള്ളിയിട്ട് നശിപ്പിക്കാനായിട്ട് നോക്കുക. ഇന്ന് പകലിൽ നിന്നെ തള്ളിയിട്ട് ആമേൻ അതെ നിന്നെ തന്ത്രത്തിൽ കുടുക്കി, ആമേൻ നിന്നെ പ്രലോഭനത്തിൽ കുടുക്കി, മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ അത് പൊലിപ്പിച്ച് കാണിച്ച് ഒന്ന് വണങ്ങിയാ മതിയെന്നേ, ഒന്ന് പറഞ്ഞ് അത് കേട്ടാ മതിയെന്നേ, ആമേൻ, ഒന്ന് അല്ലെ ഭയങ്കര തന്ത്രശാലിയ. ആമേൻ. കർത്താവ് അവനെ പരാജയപ്പെടുത്തുവാൻ ഇടയായി തീർന്നത് വചനമായിരുന്നതുകൊണ്ട്. ഹല്ലേലൂയ. വചനം ജഡമായവനെ പരാജയപ്പെടുത്തുവാൻ പിശാചിന് കഴിഞ്ഞില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വചനം, ഹല്ലേലൂയ, അകത്തുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജഡത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവനെ പരാജയപ്പെടുത്തുവാൻ അവന്റെ അടുത്ത് വരുന്ന ദുഷ്ട പിശാചിനെ അകത്തുള്ള വചനം കൊണ്ട് പരാജയപ്പെടുത്തി ജയത്തോടെ ജീവിക്കുവാൻ ഒരാത്മീയ മനുഷ്യനെ ശക്തീകരിക്കുന്ന ഉയരത്തിലെ കൃപ ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ആമേൻ. അടുത്ത ലെവൽ, ഹല്ലേലൂയ, എന്താണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരും, ഹല്ലേലൂയ, അല്ലെ, ഏറ്റവരായ നാം എല്ലാവരും. അപ്പൊ ഈ സ്നാനം എന്ന് പറയുന്നത്, ആമേൻ, തെറ്റിദ്ധരിക്കരുത്. ആമേൻ, അതെ, പുള്ളി വിട്ട ആ ക്ലീൻ ഷേവ് അടിച്ച കുറെ ആൾക്കാർ കൂടുന്ന, ഒച്ചയും ബഹളവും വെക്കുന്ന, ആമേൻ, അതെ, സംഘടനയോടോ പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ ആ കൂട്ടരോടോ ചേരാനുള്ള ഒന്നല്ല സ്നാനം.
ആമേൻ. സ്നാനം എന്ന് പറയുന്നത് ആമേൻ യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു എന്താണ്? യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു? അതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പാപ സ്വഭാവത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ആ പാപത്തിൽ നിന്ന് അത് വീണ്ടെടുക്കുവാൻ ആമേൻ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഉൾത്തിരിഞ്ഞ ചിന്തയാണ് ആമേൻ തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവനെ കാൽവറിയിൽ ഉയർത്തുന്ന ആ കുരിശിൽ തറച്ച് ആമേൻ അതെ ആ തുള്ളി രക്തം വരെയും ഒഴുക്കി ആമേൻ ആ പ്രവൃത്തിയിൽ ആ രക്ഷയിൽ ആമേൻ വിശ്വസിക്കുന്ന ഏവനും ദൈവ പൈതലാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി. ആമേൻ. അത് സത്യം. ഈ പരമസത്യം വിശ്വസിക്കുന്ന ഉൾക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും അവന്റെ മക്കളായി എന്ത് ചെയ്യാം? ജീവിക്കാം. അവിടെ കൊണ്ട് തീർന്നില്ല. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നുണ്ട്, യേശുവിനെ ആമേൻ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ലത്. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ലെന്നേ. ആമേൻ. യേശുവിനെ അറിയാവുന്ന പൗലോസ് പറയുകയാണ്, ആമേൻ അതെ എന്റെ അകത്ത് ആമേൻ വസിക്കുന്ന ആ പാപമത്രേ, ആ പകയ്ക്കുന്ന കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. അപ്പൊ അറിഞ്ഞത് കൊണ്ടായില്ല, കേട്ടത് കൊണ്ടായില്ല, ആമേൻ വായിച്ചത് കൊണ്ടായില്ല, ആമേൻ വീട്ടിൽ കൊണ്ട് വെച്ചത് കൊണ്ടായില്ല. പിന്നെന്ത് ചെയ്യണം? അവനോട് ചേരണം. ആമേൻ. അവനോട് ചേരുവാനുള്ള ഏക ആമേൻ മാർഗം എന്ന് പറയുന്നത് ആമേൻ അതെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ സ്വർഗത്തിൽ വലിയവനായ ദൈവം ഒരുക്കിയ ആ രക്ഷയുടെ സന്ദേശത്തെ കേട്ട് ആമേൻ പാപത്തെ ഉപേക്ഷിച്ച് ആ യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് ആ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്ന വ്യക്തി അടുത്ത ലെവൽ എന്ന് പറയുന്നത് സ്നാനമാണ്. ഹല്ലേലൂയ. അതെ, സ്നാനം എന്ന് പറയുന്നത് ആമേൻ പെന്തക്കോസ്ത് അനുഭവത്തോട് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരുവാനാണ്. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പൊ ദൈവജനമേ, ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ അത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സോഷ്യൽ മീഡിയ ആമേൻ ഇത് രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെടാത്തവരും ഇതിന്റെ രണ്ടിലിടയിലുള്ളവരും ആമേൻ ഇത് കേൾക്കും. ഹല്ലേലൂയ. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് ഒരു സംഘടനയോടോ ഒരു പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് ചേരുവാനായിട്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് അനുസരിച്ച് എഴുതിയുണ്ടാക്കിയ ഒരു പ്രമാണമല്ല, ഒരു വസ്തുതയല്ല. അമ്മേ, ഇനി ചിലരുണ്ട് കല്യാണത്തിന്റെ തലേന്ന് പോയി സ്നാനപ്പെടാറുണ്ട്. ഹല്ലേലൂയ. ചിലരുണ്ട് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് സ്നാനപ്പെടാറുണ്ട്. ആമേൻ. ചിലരുണ്ട് കല്യാണത്തിന് ഒരു മാസം മുമ്പ് എന്ത് ചെയ്യാറുണ്ട്? സ്നാനപ്പെടാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ആമേൻ അതെ വേർപെട്ട സഭയെന്ന് കല്യാണം നടത്താനുള്ള കുറി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ആമേൻ. ദൈവമക്കളെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താൻ വേണ്ടി ആമേൻ ഉള്ള ആമേൻ ഒരു കാര്യമല്ല സ്വർഗത്തിലെ വലിയവനായ ദൈവം മാനവരാശിയോടുള്ള ബന്ധത്തിൽ സ്നാനം എന്ന ആ ശുശ്രൂഷ വെളിപ്പെടുത്തിയത്. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹായിലൂടെ വളരെ വ്യക്തമായി ദൈവസഭയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ പക്വതയുള്ള പ്രായമുള്ള ഹല്ലേലൂയ എന്ന് പറഞ്ഞ 10 വയസ്സും 12 വയസ്സുമായുള്ള എതിർലിംഗത്തിൽപ്പെട്ട രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ചാൽ അടുത്ത ജനറേഷൻ ഉണ്ടാവും. അപ്പോൾ 10ഉം 12ഉം വയസ്സ് പ്രായമായ ആമേൻ ഒരു എതിർലിംഗത്തിൽപ്പെട്ട ആമേൻ അത് രണ്ട് വ്യക്തികൾ ഹല്ലേലൂയ ഒന്നിച്ചാൽ അടുത്ത ജനറേഷൻ ഉണ്ടാകത്തക്ക വിധത്തിൽ അവരുടെ ശാരീരികമായും മാനസികമായും വളർച്ച പക്വത പ്രാപിച്ചു എന്ന് മനസ്സിലാകുന്നല്ലോ. അപ്പോ ഇന്ന് രാത്രി ആമേൻ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആമേൻ അത് പക്വതയായി, അതെ പ്രായമായി, അത് യേശു ആമേൻ ആരാണ്, യേശു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കി യേശുവിന്റെ പാപത്തിന് വേണ്ടിയാണ്, യേശുവിന്റെ ശാപത്തിന് വേണ്ടിയാണ്, യേശുവിന്റെ രോഗത്തിന് വേണ്ടിയാണ്, യേശുവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, യേശുവിന്റെ നിത്യ ജീവന് വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നതെന്ന് സ്വയമായി മനസ്സിലാക്കുവാൻ പ്രായവും പക്വതയും ആയ ഒരു വ്യക്തി. യേശുവേ, ഞാനൊരു പാപിയായ എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് സ്വയമായി
തീരുമാനമെടുത്ത് ജീവിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് ദൈവവേദനായി മാറുന്നത്. അങ്ങനെ ദൈവവേദനായി മാറിയ ഒരു വ്യക്തി ആമേൻ ചെയ്യേണ്ട ഒരു ക്രിയയാണ്, ഒരു ദൗത്യമാണ് സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ സ്നാനത്തിലൂടെ ആ വ്യക്തി സ്വയമായി സമർപ്പിക്കപ്പെട്ട് അത് പാപാകുലമായ ലോകത്തിൽ നിന്ന് പാപം വേണ്ട എന്ന് പറഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ വ്യക്തി സ്വയമായി യേശു ക്രിസ്തുവിനോട് ചേരുകയാണ്. അതാണ് സ്നാനം. ആ സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ്? നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. അപ്പൊ യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? രണ്ട് കള്ളന്മാർ മരിക്കുവാൻ തയ്യാറായി. അവർ കള്ളന്മാരായതുകൊണ്ടാണ് അവരെ കൊല്ലുവാനാ ശിക്ഷിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്തവനെ, നീതിമാനായവനെ ക്രൂശിക്ക എന്ന് ജനം ആക്രോശിച്ചു. ബറോബാസിനെ വിട്ടുതരിക. ഹല്ലേലൂയ. നോക്കണമേ, പാപം ചെയ്തവനെ, ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാത്തവനെ ലോകത്തിന് മതി. പാപി ചെയ്യാതെ നീതിമാനായവനെ അത് ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവവുമായിട്ട് മനുഷ്യനെ അടുപ്പിക്കുവാൻ പഴയ നിയമ ഭക്തന്മാരെല്ലാം ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ. നമുക്ക് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ കാണുവാൻ കഴിയും. മോറിയ മലയിൽ കയറിപ്പോയി മകനെ യാഗം കഴിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ മടി കൂടാതെ അത് ചെയ്യുവാനായി കയറിപ്പോയി. മകനെ പിടിച്ചു കെട്ടി ഉറയിൽ കിടന്ന വാളെടുത്ത് ആ മകനെ യാഗം വസ്തുവായി കിടത്തി ആ മകനെ യാഗം കഴിക്കുവാൻ തയ്യാറായപ്പോൾ അബ്രഹാമേ എന്ന് വിളിച്ച് ആ വിളി കേട്ട് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ മകന്റെ സ്ഥാനത്ത് യാഗം കഴിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്, ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട്, ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. പ്രാവോ കാളയോ ആടോ ആവാം. ഊനമില്ലാത്തതായിരിക്കണം. നോക്കുമ്പോൾ ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അങ്ങനെ ആട്ടിൻകുട്ടിയെ എടുത്ത് യാഗം കഴിച്ചു. കാരണം ബാല്യക്കാരോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്, ഞാനും എന്റെ മകനും അവിടുത്തോളം പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ വാക്ക് ഊവെന്നായിരിക്കട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ളവനെ ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ചവൻ പോയപ്പോ പറഞ്ഞത് പാലിക്കുവാൻ കഴിയാത്തവനായിട്ടല്ല ഇറങ്ങി വന്നത്. അവൻ പറഞ്ഞത് നിവർത്തിപ്പാൻ, അവൻ പറഞ്ഞത് പാലിപ്പാൻ പ്രാപ്തിയുള്ളവനായി, യോഗ്യതയുള്ളവനായി ഇറങ്ങി വരുവാൻ അനുവദിച്ച ദൈവം ഇന്ന് രാത്രി ദൈവഭക്തന്മാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ നിറവേറ്റുവാൻ കഴിയത്തക്ക വിധത്തിൽ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ, എന്നെ നിന്നെ ശക്തീകരിപ്പാൻ ശക്തനായവന്റെ ശബ്ദം കേട്ടിറങ്ങി പുറപ്പെട്ടവൻ ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് വചനം പറയുന്നത്, അവന്റെ മുഖത്തേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് രാത്രിയിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ദേശത്ത് തല കുമ്പിട്ട് നടക്കുവാൻ, നീ ലജ്ജിക്കുവാൻ നിന്നെ അനുവദിക്കുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. നീ ലജ്ജിച്ചു പോകത്തക്ക വിധത്തിൽ, നീ തല കുമ്പിട്ട് നടക്കത്തക്ക വിധത്തിൽ ദുഷ്ട പിശാച് നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്നെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ അതിന് നിസ്താരമാകാതെ നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തിറങ്ങി വന്ന് വിശാലത നൽകുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ കരം പിടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സ്നാനപ്പെട്ടവർ, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവർ, ഹല്ലേലൂയ, അത് അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ് സ്നാനമേറ്റിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അറിവുള്ളവർ ആ കരമുയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്? പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ. അതുകൊണ്ട് സ്നാനപ്പെട്ട സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, ഇനി പാപം, ഹല്ലേലൂയ, ഇനി പാപം ചെയ്യുവാൻ നിന്റെ ജഡത്തെ പോഷിപ്പിക്കുന്നതൊന്നും നീ ചെയ്യരുത്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പോകട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളിൽ ഒരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ,
ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കെഫാവിന്റെ പക്ഷക്കാരൻ, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോയി. ഹല്ലേലൂയ. അവിടെ സകല കൃപകളുമുള്ള, അഭിഷേകമുള്ള, നിറവുള്ള, അന്യഭാഷാ ഭാഷണമുള്ള, രോഗശാന്തി, ഭൂതശാന്തി എല്ലാമുള്ള ദൈവസഭയ്ക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതിക്കൊടുത്ത ലേഖനം, രണ്ടാം ലേഖനം 12-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങളിൽ ഒരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. ഇന്ന് രാത്രിയിലും ശ്രോതാവേ, നീ ആരുടെ പക്ഷക്കാരനാ? അന്നേ ഉണ്ടെന്ന പ്രശ്നം ഇന്നും അത് തന്നെയല്ലേ? ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ അല്ലേ? ലോക ജനതയുടെ ഇടയിലില്ലേ? ഇത് ലോക ജനതയുടെ കാര്യമല്ല പറയുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി മാറിയവരുടെ ഇടയിൽ, ഹല്ലേലൂയ, അതെ, നിങ്ങളിൽ ഒരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കെഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുവോ? ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല. പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ കൂടപ്പറപ്പേ, സഹോദര സഹോദരി, മാതാവേ, പിതാവേ, അഭിഷക്തരെ, യവനക്കാരി, കുഞ്ഞെ, അന്ത്യകാലത്ത് സകല ധനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ സ്വർഗത്തിലെ ദൈവം, ആമേൻ, തന്റെ അഭിഷക്തനിലൂടെ, ആമേൻ, അരുളി ചെയ്ത ആ വചനത്തിന്റെ നിവൃത്തി, ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ടിൽ അതേ ക്രിസ്തുവിനെ സേവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട് ഇറങ്ങിത്തിരിച്ച 120 പേരടങ്ങിയ സംഘം, ആമേൻ, മുഴങ്കാൽ മടക്കിയെടുത്ത് ഇറങ്ങി വന്ന ആത്മാവ് അവരുടെ മേൽ പരിവർത്തിച്ചു. ഹല്ലേലൂയ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. അങ്ങനെ തുടക്കം കുറിച്ച ദൈവസഭയ്ക്കകത്ത്, ഹല്ലേലൂയ, ഉണ്ടായ ചില ജഡിക സ്വഭാവങ്ങളെ കുറിച്ച്, ജഡത്തിന്റെ ചിന്തകൾ, ഹല്ലേലൂയ, ആമേൻ, അതെ, പകയ്ക്കുന്ന, ആമേൻ, ദുഷ്ടപിശാചിന്റെ, ആമേൻ, ചില പ്രവൃത്തികൾ ദൈവസഭയ്ക്കകത്ത് നടകൊണ്ടപ്പോൾ ആത്മാവിനാൽ പണിയപ്പെടുന്ന ദൈവസഭയ്ക്കകത്ത് നിന്ന് അത് പൂർണ്ണമായി തുടച്ചു മാറ്റുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഒരു കാലത്ത് ദൈവസഭയ്ക്ക് ഉപദ്രവകാരിയായി അനേകരെ കൊല്ലുവാൻ, മുടിക്കുവാൻ, ആ നാം ധരിച്ചിരിക്കുന്നവരെ വീടാന്തരം കയറിയിറങ്ങി നശിപ്പിക്കുവാൻ പിശാചിന്റെ കയ്യിൽ ആയുധമായിരുന്നവൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, ആമേൻ, അത് ദൈവിക സന്ദർശനത്തിന് വിധേയനായി. ശൗലേ, ശൗലേ, നീ ഉപദ്രവിക്കുന്നത് എന്തെന്നുള്ള ചോദ്യത്തിന് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നുവെന്ന് പറഞ്ഞ ആ ശബ്ദത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ 1-2 മിഷണറി യാത്ര നടത്തി. നിരവധി സഭകൾ താൻ സഞ്ചരിച്ച ദേശങ്ങളിലെല്ലാം, രാജ്യങ്ങളിലെല്ലാം സ്ഥാപിച്ച അനുഗ്രഹിതനായ അഭിഷക്തൻ, പ്രാസംഗികൻ, ദർശകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ട അനുഗ്രഹിതനായ, ആമേൻ, ശുശ്രൂഷക, ആമേൻ, നിർവഹിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ?
ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രസംഗിക്കാൻ അറിയാവുന്ന, പ്രവചിക്കുവാൻ അറിയാവുന്ന, രോഗശാന്തി ഭൂതശാന്തി ചെയ്യുന്ന, ഹല്ലേലൂയ, അതെ, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, വചനമുള്ളതുപോലെ ആമേൻ പഠിച്ച് ഗ്രഹിച്ച് ആമേൻ ജീവിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ, ഹല്ലേലൂയ, നീ ഇച്ഛിക്കാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ ക്രിസ്തുവിലുള്ള സൗഖ്യവും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാത്ത നിലയിൽ പിശാച് നിന്നെ തള്ളിയിട്ട് തകർക്കുമെന്ന് ആമേൻ തിരിച്ചറിഞ്ഞ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ട് കർത്താവിന്റെ ആ മടങ്ങി വരവിന്റെ കാഹളം ധ്വനി കേൾക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ബുദ്ധിയുള്ള 5 കന്യകമാർ വിളക്കിനോടുകൂടെ എണ്ണയും കരുതിയതുപോലെ ഇന്ന് രാത്രി അവന്റെ വരവിന് വേണ്ടി, ഹല്ലേലൂയ, വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ആമേൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഒരു ശിക്ഷാവിധിയും ആമേൻ നീതിമാനോ, ഹല്ലേലൂയ, നീതിയോ ആയി കണക്കാക്കപ്പെടുന്നതിന്, ഹല്ലേലൂയ, ആമേൻ, ആർക്കാ ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തത്? അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇന്ന് രാത്രി നീ ആരിലാ ഉള്ളത്? പത്രോസിനെയും യോഹന്നാനെയും ആമേൻ പണ്ട് ആക്ഷേപിച്ചവർ, പഠിപ്പില്ലാത്തവരെന്നും സാമാന്യരെന്നും വിധിച്ചു തള്ളിയവർ ആശ്ചര്യപ്പെടത്തക്ക വിധത്തിൽ പത്രോസിന്റെ വാക്കിലൂടെ, യോഹന്നാന്റെ വാക്കിലൂടെ, പത്രോസിന്റെ നിഴൽ തട്ടുന്നതിലൂടെ, പത്രോസിന്റെ റൂമാൽ വീഴുന്നെടുത്ത് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ടപ്പോൾ, ഹല്ലേലൂയ, 1ഉം 2ഉം ലേഖനം, ഹല്ലേലൂയ, ജ്ഞാനത്തോടെ വിവേകത്തോടെ ആമേൻ എഴുതിയപ്പോൾ, ഹല്ലേലൂയ, അവന്റെ പ്രസംഗം കേട്ട് 3000 പേര് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറുന്നത് കണ്ടപ്പോൾ, ആമേൻ, വിധിച്ചു തള്ളിയവർ ആശ്ചര്യപ്പെട്ട് ഒന്നിച്ച് ആമേൻ ചുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവർ യേശുവിന്റെ കൂടെയുള്ളവരാ. ഇന്ന് രാത്രി ആമേൻ പൗലോസിന്റെ കൂടെയുള്ളവരല്ല, അപ്പല്ലോസിന്റെ കൂടെയുള്ളവരല്ല, ക്രിസ്തുവിന്റെ കൂടെയുള്ളവർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏത് ലേബലിൽ അറിയപ്പെടുന്നത്? ഹല്ലേലൂയ. ഏത് ഐഡന്റിറ്റിയാ കയ്യിലുള്ളത്? ഹല്ലേലൂയ. ആമേൻ. ഐഡന്റിറ്റിയുടെ പേരിൽ, ഹല്ലേലൂയ, ഐഡന്റിറ്റിയുടെ ലേബലിൽ അറിയപ്പെടുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ ചരിത്രം, ഹല്ലേലൂയ, ഒരേ ഐഡന്റിറ്റിയിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി നമ്മെ വിചാരിച്ചുകൂടെ ആകുന്നു, ഹല്ലേലൂയ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. സ്നേഹിത, എന്നെയും കൂടെ നിന്നെയും കൂടെ ഇനി ഉണ്ടാകാൻ പോകുന്ന തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ആമേൻ അതെ അതിക്രമങ്ങൾ നിമിത്തം ആമേൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഹല്ലേലൂയ. എനിക്കറിയാം സ്തോത്രം വരത്തില്ലെന്ന്, ആമേൻ വരത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉറങ്ങാതിരുന്ന് ഈ വചനം കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് നിന്നിലൂടെ അനേകര് ക്രിസ്തുവിനെ എന്ത് ചെയ്യാൻ പോവാ? കാണാൻ പോവാ, അനുഭവിക്കാൻ പോവുകയാണ്. ആമേൻ. ആ ക്രിസ്തുവിലുള്ള സമാധാനം നിന്നിലൂടെ നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ശുശ്രൂഷിക്കുന്ന സഭയില്, നിന്റെ ഭവനത്തില് വെളിപ്പെടുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന ഹല്ലേലൂയ ക്രിസ്തുവിൽ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമേൻ. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ആ അനുഭവം ആമേൻ പ്രാപിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുള്ളവർ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ. ഇന്ന് രാത്രി
ആമേൻ ഈ ആമേൻ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി വിശ്വസ്തനെണ്ണി എന്നെ വേലക്കാക്കി നിർത്തിയിരിക്കുന്ന എന്റെ ദൈവം എന്നിലൂടെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഈ മീഡിയയിലൂടെ കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്നെ ആമേൻ ഈ പ്രാപ്തനാക്കി നിർത്തിയ ദൈവത്തെ എന്ത് ചെയ്യാനാ? വിശ്വസിക്കാനാ. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഒന്നും കൂടെ പറയാം, എന്നിലൂടെ ഈ സന്ദേശം കേൾക്കാം. ഇന്ന് രാത്രി ഒരു അവസരം നൽകി, അല്ലെങ്കിൽ വരും ദിവസം ഈ വീഡിയോ ആമേൻ കേട്ടു. ഹല്ലേലൂയ. കൊള്ളാം, നല്ല പ്രസംഗം, നല്ല ശൈലി. ആമേൻ. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ അത്ഭുതവും ആമേൻ വീര്യപ്രവൃത്തികളും ഒക്കെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടാ. ഹല്ലേലൂയ. നാളെ ആമേൻ അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങാം. അങ്ങനെ ആമേൻ നമ്മുടെ പേരിൽ ഒരുപാട് ബ്രാഞ്ച് ഔട്ടേഷനുകൾ ഉണ്ടാക്കാം. ഹല്ലേലൂയ. നോക്കണേ. ആമേൻ ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അപ്പോ എന്റെ വചനം ആരുടേതാ? എന്നെ അയച്ചവന്റേതാ. അവനെ വിശ്വസിക്കുക. അവനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? ഹല്ലേലൂയ. പൗലോസ് അല്ല നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവനോട് ചേരുവാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്നാനമേറ്റിരിക്കുന്നത്. ഹല്ലേലൂയ. അവർക്കാണ് നിത്യജീവനുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാണ് ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അപഹരിപ്പിക്കാത്തതുപോലെ ആമേൻ അവനുമായി ഐക്യപ്പെടുന്നവർക്കായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ക്രിസ്തുവായി ഒന്ന് ഐക്യപ്പെടുവാൻ, ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടൊന്ന് അടുക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ഒന്നാമത്തെ വരവും ജീവിതമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമടിച്ച് ഒന്ന് കർത്താവിന് നൽകണം. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു തന്റെ ഒന്നാമത്തെ വരവിൽ ഈ ഭൂമിയിൽ 33.5 വയസ്സ് വരെ ജീവിക്കുവാൻ തക്കോണമിടയായി. ഹല്ലേലൂയ. ആമേൻ. 3.5 വർഷം പിതാവായ ദൈവത്തിന്റെ വചനം, പിതാവായ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ആമേൻ അവൻ ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ അവൻ പ്രസംഗിച്ച വചനം ആമേൻ ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വചനം. ഹല്ലേലൂയ. ആമേൻ. അതെ, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു? ആമേൻ. ഹല്ലേലൂയ. ആർക്കു വേണ്ടിയാണ്? പാപികൾക്ക് വേണ്ടി. ആ പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ശിക്ഷാവിധികൾ, പാപങ്ങൾ എന്നേക്കുമായി യേശു ക്രിസ്തു ക്രൂശിലൂടെ നീക്കുകയും ചെയ്തു. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മകനം കൊടുക്കും. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ എന്റെ ദൈവത്തിന് എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നു. ആ പാപികൾ ഒന്നാമനായ എന്നെ ഹല്ലേലൂയ ദൈവ വൈതലാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ. എന്റെ അധർമ്മം മറിച്ച്, എന്റെ ലംഘനത്തെ ആമേൻ ക്ഷമിച്ച്, ഹല്ലേലൂയ എന്നെ കരുണാപാത്രമാക്കിയ എന്റെ ദൈവത്തിന്, ഹല്ലേലൂയ ഹീനപാത്രമായ എന്നെ മാനപാത്രമാക്കി മാറ്റിയ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു ആമേൻ ആർക്കു വേണ്ടിയാണ് മരിച്ചത്? എനിക്കും നിങ്ങൾക്കും. ഹല്ലേലൂയ. അവനോടൊപ്പവും ആമേൻ ശിക്ഷാവിധിക്കപ്പുറം ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു. ആമേൻ. അതാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ആ പാപ സ്വഭാവത്തിലായിരുന്ന എന്നെയും നിങ്ങളെയും ദൈവ പൈതലാക്കി മാറ്റുവാൻ ക്രൂശി യാഗമായി തീർന്ന ആ പ്രക്രിയയെ സ്മരിപ്പിക്കുന്ന, ഓർപ്പിക്കുന്ന ആമേൻ ഒരടക്ക ശുശ്രൂഷ. ആമേൻ. അതാണ് സ്നാനം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാനപ്പെട്ട ദൈവമക്കളെ ആമേൻ യേശു ക്രൂശിൽ മരിച്ച്
ആമേൻ 3 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റിട്ട് പിന്നെ ആ പാപ ജഡ സ്വഭാവത്തിൽ ആയിരുന്നില്ല ക്രിസ്തു പിന്നീട് ജീവിച്ചതും ആമേൻ ക്രിസ്തുവിനെ അറിയപ്പെടുന്നതും. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ജീവിതം അപ്രകാരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഈ ലൈവിലൂടെ ശുശ്രൂഷിപ്പാൻ ദൈവം ചെയ്തിരിക്കുന്നത്, അവസരമൊരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവരെ കുറ്റം വിധിക്കാത്തതിന്റെ മറ്റൊരു കാരണം ആരെ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ആമേൻ കുറ്റം വിധിക്കാത്ത മറ്റൊരു കാരണം എന്തായിരിക്കാം? ക്രിസ്തുവിനുള്ള ഈ വിശ്വാസ രീതി പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ കുറ്റം വിധിക്കാത്തതിന്റെ മറ്റൊരു കാരണം ക്രിസ്തുവിലുള്ള ഈ വിശ്വാസ രീതി പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് ആമേൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ അടിമ മുഖത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ മെതിക്കുന്ന കാളയ്ക്ക് മുഖം കൊട്ട് കെട്ടരുതെന്നുള്ള ആ വചനം ആമേൻ ഉള്ളപ്പോഴും ഹല്ലേലൂയ ഒരടിമയെ പോലെ ഇന്നും ആമേൻ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ ക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നിന്റെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായവന്റെ ജീവന്റെ വചനം, ഉൾനട്ട വചനം ഹല്ലേലൂയ അസ്ഥികളെയും മജ്ജകളെയും ഹല്ലേലൂയ വേർതിരിക്കും വരെ ഹല്ലേലൂയ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പല്ലോസിന്റെയോ പൗലോസിന്റെയോ പിന്നെ എസ്ത്ര ആരുടെയും പക്ഷം അല്ല, ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. അവനാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. അവനാണ് ഇനിയും മടങ്ങി. ഹല്ലേലൂയ. അന്നുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ആയിരിക്കുന്ന നമുക്ക് വേണ്ടി മാത്രമല്ല, ഇനിയും ചലിക്കാനിരിക്കുന്നവർക്കും വേണ്ടി. ഹല്ലേലൂയ. ക്രിസ്തു തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയോ അവരുടെ പാപത്തെ ജയിക്കുകയും ആമേൻ ചെയ്യത്തക്കത് അവൻ നീതീകരിക്കുന്നവനെ വിശുദ്ധീകരിക്കുന്നുവെന്നോ. ഹല്ലേലൂയ. വിശ്വാസത്തിലൂടെ നീതിമാന്മാരായി ആമേൻ കണക്കാക്കപ്പെടുന്നത് ഹല്ലേലൂയ മാംസത്തിനും ലോകത്തിനും ആമേൻ പിശാചിനുമെതിരായ വിജയത്തിലേക്ക് ആമേൻ അത് നയിക്കുന്ന ആമേൻ വഴിയാണ്, ഏക മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്ന വാക്കുകൾ ആമേൻ അതെ മനസ്സിലാകുന്നവർ ഒന്ന് കരമടിച്ച് സ്തോത്രം ചെയ്യും. ഒപ്പം ഒരു ആമേൻ ആമേൻ കമന്റ് ചെയ്തു. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആമേൻ ദൈവകൃപയിലാണ് എന്ന് പറഞ്ഞിട്ട് ആമേൻ ആമേൻ ഒരു പരിധി വിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആമേൻ ഒതുക്കി ആമേൻ നാളുകളായി ആമേൻ ജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക അതേ മണ്ഡലത്തിനകത്ത് നിന്ന് അവരെ പുറത്ത് ആമേൻ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ആമേൻ കൈപിടിച്ച് ഉയർത്തുവാൻ ഉൾനട്ട ജീവന്റെ വചനത്തിന് മാത്രമേ ശക്തിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഈ വചനം അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ, അതിന്റെ തനിമ നഷ്ടപ്പെടാതെ, അതിനോട് കൂട്ടാതെയോ കുറയ്ക്കാതെയോ ആമേൻ അത് ഈ ലൈവിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ ജീവിതം ആമേൻ അതെ ക്രിസ്തീയ ജീവിതമാണ്. സംശയമുണ്ടോ? ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ ജീവിതം ക്രിസ്തീയ ജീവിതമാണ്. നമ്മൾ പാടുന്നില്ലേ? ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകൻ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയായി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയായി. ഹല്ലേലൂയ. ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ ജീവിതം ക്രിസ്തീയ ജീവിതമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന
ആത്മാവിന്റെ ജീവിതമാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, ആമേൻ, ഹല്ലേലൂയ, അതിനെ ഇല്ലാതാക്കുവാനല്ല, മറിച്ച് അതിനെ രക്ഷിക്കുവാനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ആ കരമടിച്ചത് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്, ആമേൻ, എനിക്ക് തുള്ളി ചാടി ഒന്ന് ആരാധിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ താമസിക്കുന്നത് ആമേൻ ഒരു ടൗണിന്റെ ഒത്ത നടുക്ക്, ആമേൻ, ഒരു 3-ാം നിലയുടെ മുകളില്. തൊട്ട് മുമ്പിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അപ്പുറത്ത് കുറെ ആമേൻ ആളുകൾ VIPs ഒക്കെ ഉണ്ട്. അപ്പോ അവരൊക്കെ ഒച്ചപ്പാടും ബഹളവും കേട്ട് ഓടി വന്ന ആമേൻ ശരിയാവത്തില്ലല്ലോ. ആമേൻ, അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ എന്റെ ആമേൻ ആ ആഹ്ലാദത്തെ ഞാൻ പിടിച്ചടക്കുകയാ. എന്താ കാര്യം? ആമേൻ, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ആ സന്തോഷത്തെ കെടുത്താനല്ല, ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എന്നെയും നിങ്ങളെയും കൈപിടിച്ചുയർത്തുവാനാണ്. ഏത് സന്തോഷത്തിലേക്ക്? എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ 2 കാലിൽ നിവർന്ന് നിൽക്കത്തക്ക വിധത്തിൽ തന്നെക്കാട്ട് അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് അണിയിച്ച് നിർത്തി മുക്കിൽ ജീവശാസ്ത്രം ഊതി അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ അനുവദിക്കാതെ തോട്ടത്തിൽ പണിയെടുക്കാൻ വേലയ്ക്ക് ആക്കി വെച്ചവനെ വീഴ്ത്തിക്കളഞ്ഞ പിശാചിനെ പരാജയപ്പെടുത്തി ആമേൻ അവനെ ആരാധിക്കുവാൻ അത് രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയ എന്നെയും നിങ്ങളെയും ആമേൻ കരുണാസമ്പന്നനായ ദൈവം സ്നേഹിച്ച ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി തുള്ളിച്ചാടി ഓ റഖന ശാന്തരേ ഹല്ലേലൂയ ആമേൻ. അതേ മാളിക മുറിക്കകത്തിരുന്ന 120 പേരുടെ മേൽ ആ വാഗ്ദത്തം ചെയ്ത ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്ത ഭാഷയിൽ അവർ എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്. ഇന്ന് രാത്രി ആത്മ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങൾ അടിച്ചാതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തേക്ക് ചലിക്കുന്ന പ്രാണി ഉണ്ട്. ഹല്ലേലൂയ. ഈ ലോക്ക്ഡൗൺ ആമേൻ അതേ നോഹ പെട്ടകത്തിനകത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. ഹല്ലേലൂയ ആമേൻ. അവൻ ഇറങ്ങിയത് ആമേൻ നിരാശനായിട്ടല്ല, അവൻ സന്തോഷത്തോടെയാ. അവൻ പോകുന്നിടത്തല്ല ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ ആമേൻ വെളിപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ പുത്തൻ അനുഭവം ആമേൻ സൃഷ്ടിച്ച ദൈവം ഇന്ന് രാത്രി ആമേൻ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ആമേൻ ദൈവജനമേ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ഇറങ്ങി മഹത്വപ്പെടുത്തുവാൻ ഉതകത്തക്ക വിധത്തിൽ ആമേൻ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇന്ന് രാത്രി ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. കാരണം യേശു ഈ ലോകത്തിൽ വന്നത് ആമേൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ഇന്ന് രാത്രിയിലും കുറ്റം പറഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ കുറ്റക്കാരനായ നിന്റെ ആ കുറ്റത്തിന് തക്കതായ ശിക്ഷ വിധിക്കാതെ ആ വിധി പാപം ചെയ്യാത്തവൻ ഏറ്റെടുത്ത് നിന്നെ മോചിപ്പിക്കുവാൻ നിന്നെ രക്ഷിക്കുവാനാ. അങ്ങനെയെങ്കിൽ കുറ്റം പറഞ്ഞ് ഒതുക്കുന്നവരുടെ നടുവിൽ നിന്നെ ഉയർത്തി മാനിക്കുവാൻ ശക്തനായവൻ ഇതാ മൊർദെഖായിയെ കുറ്റം പറഞ്ഞ് ഒതുക്കാൻ നോക്കിയ ഹാമാൻ ഒതുങ്ങിപ്പോയി, മൊർദെഖായി ഉയർന്നു. ഹല്ലേലൂയ. അതെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ ആമേൻ കുറ്റം പറഞ്ഞ് ആമേൻ അതേ എരിയുന്ന തീച്ചുളയ്ക്കകത്ത് ഒതുക്കാൻ നോക്കിയ കാണെ ഹല്ലേലൂയ അതേ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തനാക്കിയ ദൈവം. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ആമേൻ സിംഹത്തിന്റെ ഇരയായി തീരുന്നത് കാണുവാൻ നോക്കിയിരുന്ന ആമേൻ അതേ ആളുകളുടെ കണ്ണുകളുടെ മുമ്പിൽ ആമേൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ ഇത്ര വലിയ അനർത്ഥത്തിൽ നിന്നും നിന്റെ ദൈവം നിന്നെ വിടുവിച്ചോ എന്ന് അടുത്ത പ്രഭാതത്തിൽ അണികൾക്ക് അത് വിധിച്ചവനെ കൊണ്ട് പറയിച്ച സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. എന്തുകൊണ്ടാ? ഭക്തനു വേണ്ടി ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഭരണകർത്താവിന്റെ ശബ്ദം ആമേൻ അതേ കേൾക്കുവാൻ ഇടയായി തീർന്നത്. ആമേൻ അതേ കിളിവാതിൽ തുറന്നിട്ട് അവൻ പതിവ് ചെയ്യാറുള്ളത് ആമേൻ യെരൂശലേം
യെരൂശലേമിന്റെ നേരെ തിരിഞ്ഞ് അതേ രാവും പകലും എന്നില്ലാതെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും അവൻ സങ്കടം ബോധിപ്പിക്കുവാൻ കരയുവാൻ തയ്യാറായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കണ്ണുനീർ കൊണ്ട് അവന്റെ പാദം തുടയ്ക്കുവാൻ തയ്യാറായവരെ ആദരിച്ച ദൈവം നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിന്റെ കണ്ണുനീരിന് മറുപടി നൽകുവാൻ ശക്തനായവൻ അതേ കല്ലറയ്ക്കകത്ത് ഒതുങ്ങി അതേ നാറ്റം വമിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ ശക്തനായവൻ, അവനെ വിശ്വസിച്ച സഹോദരിമാരുടെ കണ്ണുനീര് കണ്ടിട്ട് ഉള്ളം നൊന്ത് കരഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കരയുന്ന സഹോദരി, കരയുന്ന സഹോദര, മാതാവേ, പിതാവേ, യവനക്കാരി, കുഞ്ഞ്, നിനക്ക് വേണ്ടി അവൻ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്ന രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന്റെ ഭാഗത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? വിധിക്കുന്നില്ല. എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ആമേൻ അതേ നീതിമാനാണ്. ഹല്ലേലൂയ. ആമേൻ അവൻ പ്രപഞ്ചത്തിന്റെ നീതിമാനാണ്. ഹല്ലേലൂയ. ഒരുപാട് നിരവധി വേദഭാഗങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32:36 ഒന്ന് വായിക്കാൻ വേഗം. ആമേൻ. ഓരോ വ്യക്തിയും ആമേൻ അവന്റെ ന്യായവിധിക്ക് ആയി അവന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. ഓരോ വ്യക്തിയും അവന്റെ മക്കളായിരിക്കുന്നവരായാലും ശരി, അവന്റെ മക്കളല്ലാത്തവരായാലും ശരി, അവന്റെ മുമ്പിൽ യഹോവ തന്റെ ജനത്തെ ന്യായവിധിക്കും. അവരുടെ ബലം ക്ഷയിച്ചു പോയി, ബദ്ധനും സ്വാതന്ത്ര്യനും ഇല്ലാതായി കണ്ടിട്ട് അവൻ സ്വദാസന്മാരെ കുറിച്ച് അനുതപിക്കും. ആമേൻ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം, ആ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ, നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതെ ഇരിക്കുമോ? രണ്ട് ക്വസ്റ്റ്യനാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് അബ്രഹാമും ദൂതന്മാരുമായിട്ടുള്ള സംഭാഷണമാണ്. ഹല്ലേലൂയ. സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിനോട് വഴക്കിട്ട് നീരോട്ടമുള്ള പ്രദേശം നോക്കി പോയി. ആ പോയ പോക്കി അവന്റെ കണ്ണ് മങ്ങിപ്പോയി, അവന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. കാരണം എന്താ? നീരോട്ടമുള്ള ദേശമാണ്. പ്രിയമുള്ളവരെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാകും. തന്റെ ഭാര്യ ഉപ്പുതോണായിപ്പോയി, തന്റെ മക്കൾ നശിച്ചവരായി. കാരണം എന്താ? നീരോട്ടമുള്ള ഇടത്തേക്ക് അവന്റെ കണ്ണുടക്കി. അല്ലെങ്കിൽ ഫലപുഷ്ടമുള്ള സമ്പൽ സമൃദ്ധിയായ ലൈംഗിക അരാജകത്വം കൊടികുത്തി വാണ. ഹല്ലേലൂയ. ഞാൻ അവിടുന്ന് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആ സൊദോമിന്റെ പാപം അതികഠിനമെന്ന് കണ്ട ഒരു ന്യായവിധി ന്യായകർത്താവ് നടത്തുവാനായി പ്ലാൻ ചെയ്തപ്പോൾ തന്റെ ഭക്തനോട് അറിയിച്ചു. ഇന്ന് രാത്രി കൂടപ്പറപ്പേ, സഹോദര സഹോദരി, മാതാവ്, പിതാവ്, കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഒരു ന്യായവിധി നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സഹോദരപുത്രനായ ലോത്ത് വിടുവിക്കപ്പെടുവാനായി
മധ്യസ്ഥത വഹിക്കുവാൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയ അബ്രഹാമിനെ പോലെ ഇന്ന് രാത്രി നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ അയൽവാസി, നിന്റെ സഹപാഠികൾ, നിന്റെ അധ്യാപകർ, നിന്നെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണസാരി, എത്ര പേർക്ക് ആത്മഭാരമാണ്. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് തന്നോട് വഴക്കിട്ടിട്ട് പോയിട്ടു അവനെ കുറിച്ച് ആത്മഭാരമുള്ളവനായി അബ്രഹാം ദൈവത്തിന്റെ ദൂതനുമായി സംസാരിക്കുകയാണ്. ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമ്പോ ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ ശക്തമായി ദൈവസഭയ്ക്ക് ലേഖനം എഴുതി. ഹല്ലേലൂയ ആമേൻ. അതെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 30 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ അറിയായ്മയുടെ കാലം ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ ചരിത്രമാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 17-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയ്ക്കകത്ത് ആമേൻ അത് നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി ശക്തമായി നൽകിയ ദൂതാണ് എന്ന അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാകാം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലും മാനസാന്തരപ്പെടാത്ത പാപം ഏറ്റുപറഞ്ഞു. എന്താ പാപം? ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതും. ഹല്ലേലൂയ. പാപമാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഒരു ഭാര്യ എന്ന നിലയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഒരു മക്കൾ എന്ന നിലയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഒരു ആമേൻ മുതിർന്നവർ എന്ന നിലയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഒരു ഇളയവർ എന്ന നിലയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ആമേൻ. അതെ, ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ ആമേൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഒരു ഇടയ ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു പ്രവാചകൻ എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് സവിസ്തരം വ്യക്തമായി എഴുതിയ ഏക ഗ്രന്ഥം ഉലകത്തിലുണ്ടെങ്കിൽ അത് 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യ വേദ പുസ്തകമാണ്. ഇതൊരു മതത്തിന്റെ ആമേൻ ആളുകൾക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതല്ല. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും വായിക്കുവാനും അത് ഗ്രഹിക്കുവാനും ആമേൻ ഉൾനട്ട ജീവന്റെ വചനം. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. ഇന്ന് രാത്രി സ്നേഹിത, നിനക്കൊരവസരം സ്വർഗത്തിന് ദൈവം നൽകിയിരിക്കുകയാണ്. നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ സ്നേഹത്തിന്റെ ഉറവിടമായ സ്വർഗത്തിന് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് സ്നേഹിത താങ്കൾക്കും കൂടെയാണ്. മിത്രമേ, നിങ്ങൾക്കും വേണ്ടിയാണ്. കൂടപ്പറപ്പേ, നിനക്കും വേണ്ടിയാണ്. ആ ക്രിസ്തുവിലുള്ള യഥാർത്ഥ ആ സമാധാനം, സന്തോഷം നാളിതുവരെ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ബുദ്ധി കൊണ്ടോ, എന്റെ കഴിവ് കൊണ്ടോ, എന്റെ പണം കൊണ്ടോ, എന്റെ പ്രാപ്തി കൊണ്ടോ നാളിതുവരെ നേടിയെടുക്കുവാൻ കഴിയാത്ത ഇന്ന് രാത്രി ഞാൻ കേട്ട വചനം ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ഏത് രാജ്യത്തിലുമാകട്ടെ, ഏത് ഭവനത്തിലുമാകട്ടെ, ഏത് തകർച്ചയിലുമാകട്ടെ, ഏത് കണ്ണുനീരിലുമാകട്ടെ, ഏത് ദുഃഖത്തിലുമാകട്ടെ, ഒരുപക്ഷെ ചോദിക്കാം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്നാനപ്പെട്ടതാ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവസഭയുടെ അംഗമായതാ, കർത്താവിന് വേണ്ടി പലതും ചെയ്തു. അതെ, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശനായിരിക്കുന്ന ആ പത്രോസിനെ പോലെയാണ് ഇന്ന് നീ ആയിരിക്കുന്നത്. ഇന്ന് രാത്രി ആഴത്തിലേക്ക് വല വീശുവാൻ പറഞ്ഞപ്പോ, നാഥാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ ആ പത്രോസിനെ പോലെ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, അല്ല ആ പുത്രനെ പോലെ ആ ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും അനുഭവിച്ചിട്ട് ഈ ലോകത്തിന്റെ മാലിന്യം, ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടിലും അകപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിരാശനായി നീ ഒറ്റയ്ക്കായിരിക്കുന്നുവെങ്കിൽ, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അനുദപിച്ച് മടങ്ങി വരുവാൻ തയ്യാറാണോ? അപ്പൻ
ആമേൻ നിന്നെ മാർവോട് ചേർത്ത് ആ സന്തോഷം നൽകുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ആമേൻ. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹിത, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയതുപോലെ വീണ്ടും വരും. അവന്റെ വരവിങ്കൽ ആമേൻ എടുക്കപ്പെടുവാൻ പ്രത്യാശയോടെ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവസഭയിലായിരിക്കുന്നവരോട് ഇങ്ങനെ ഇടപെട്ടു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയാം സ്തോത്രം വരത്തില്ല, ആമേൻ വരത്തില്ല. കാരണം എന്താ? ഉണർവന്റെ കാര്യമല്ലല്ലോ. ശുദ്ധീകരണം കൂടാതെ കണ്ട് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഏതെല്ലാം മേഖലകളിൽ ക്രമീകരണം വരാനുണ്ടോ ആ പാപികൾ ഒന്നാമനാ ഞാനെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ സ്വയം സമർപ്പിച്ച ആ പൗലോസ്ലീഹയെ പോലെ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പൗലോസിന്റെ പക്ഷമോ അപ്പല്ലോസിന്റെ പക്ഷമോ പിടിക്കാതെ കണ്ട്, ബർന്നബാസിന്റെ പക്ഷമോ പിടിക്കാതെ കണ്ട്, പത്രോസിന്റെ പക്ഷമോ പിടിക്കാതെ കണ്ട്, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ് വീണ്ടും പോയതുപോലെ വരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ പക്ഷക്കാരനായി ഹല്ലേലൂയ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ആ കരമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ മറ്റൊരു ഉദ്ദേശത്തിനായി ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. അതായത് മനുഷ്യരുടെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്താ തെളിവ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. അവരുടെ പാപങ്ങളെ ചുമന്ന് തന്നെത്താൻ ശിക്ഷിച്ചുകൊണ്ട് ക്രിസ്തു തന്റെ ഉദ്ദേശം എന്ത് ചെയ്തു? നിറവേറ്റി. ആമേൻ. യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ മാനസാന്തര പ്രസംഗം നടത്തിയപ്പോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു, ഞാൻ ഉയർത്തുന്ന യേശു, ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ മധ്യസ്ഥാനയിൽ ജനിച്ച നസ്രയത്തുകാരനായ യേശു ക്രിസ്തു, മറിയയുടെ ഉദരത്തിൽ ഉരുവായ യേശു ക്രിസ്തു, യോസഫിന്റെ വളർത്തുമകനായ യേശു ക്രിസ്തു, അവന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. ചരിത്രത്തെ BC എന്നും AD എന്നും 2ആയി തിരിച്ച ചരിത്ര പുരുഷൻ. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് പാപമാക്കി. ഹല്ലേലൂയ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഹല്ലേലൂയ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി അവനിൽ വിശ്വസിക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ, കുഞ്ഞെ, അവനിലൂടെയുള്ള സൗഖ്യം നിന്റെ ജഡ ശരീരത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ അകത്ത് നിന്ന് ഉയരുന്ന ആ പാപത്തിന്റെ കണികകളെ പൂർണ്ണമായി ഇല്ലാതാക്കി നിന്റെ അകത്തെ
മനുഷ്യനെ ഒന്ന് പുഷ്ടിപ്പെടുത്തുവാൻ ഉതകുന്ന ജീവന്റെ വചനം നീ കേട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും അവന്റെ അടിപ്പണരുകളാലുള്ള സൗഖ്യം നിന്റെ ശരീരമാസകലം വ്യാപരിച്ച് നിന്റെ ജഡം ബലമുള്ളതായി സൗഖ്യമുള്ളതായി മാറുവാൻ തക്കവണ്ണമിടയായി തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഇന്ന് രാത്രി ആ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ആ ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി, രോഗത്തിനു വേണ്ടിയാണ് മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനോട് ചേരുവാൻ അത് ദൈവം അവൻ ക്രമീകരിച്ച സ്നാനം സ്വീകരിച്ച ഒരു ദൈവ പൈതൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യം രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഭൂതബാധകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് യേശു കർത്താവ് ആമേൻ പറഞ്ഞപ്പോൾ ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ആമേൻ അതെ ആ ബാധ അവളെ വിട്ടുമാറിയതുപോലെ, ആ കൂനി നിവർന്നതുപോലെ, ആ പക്ഷപാതക്കാരൻ സൗഖ്യമായതുപോലെ, ആ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ആമേൻ ആ ബാധ എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി ചില രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. വിശ്വസിക്കുന്നവർ അതരങ്ങളെ തുറന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 40-ൽ പരം തവണ ദൈവം ആമേൻ അത് തന്നെ അയച്ചതായി ഹല്ലേലൂയ യേശു പറഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം 40 തവണ ആവർത്തിച്ച് യേശു പറഞ്ഞു എന്നെ പിതാവ് അയച്ചതാണ്. ഇന്ന് രാത്രി ഞാനും ആവർത്തിക്കുക ഈ ലൈവിലൂടെ ആമേൻ. ദിവസവും ആമേൻ ഈ സന്ദേശം പറയുവാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയ ദൈവം. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സ്നേഹിത നിർബന്ധമാണ് എന്റെ മേൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ ആവർത്തിച്ച് പറഞ്ഞു യേശു ക്രിസ്തു രക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുഗമിക്കണോ അതോ മാംസത്തെയും ഇന്ദ്രിയങ്ങളെയോ അനുഗമിക്കണോ എന്ന് തീരുമാനിക്കുവാൻ ആമേൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പിന്നെയും അടിമമുഖത്തിൽ എന്ത് ചെയ്യരുത്, കുടുങ്ങി പോകരുത്. മാംസമോ ഇന്ദ്രിയങ്ങളോ, മാംസം എന്ന് പറയുമ്പോൾ ജഡമാണ്, ജഡ സ്വഭാവം, ജഡീകന്മാർ എന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ചവരുണ്ടാകാം, ആമേൻ, സഹോദരങ്ങൾ ബന്ധുക്കളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. അതെ, മാംസമോ ഇന്ദ്രിയങ്ങളോ കാമത്തിലൂടെ പിശാചിന്റെയും ഭൂതങ്ങളുടെയും സ്വാധീനത്തിലോ അവരുടേതാകുന്ന തന്ത്രങ്ങളിലൂടെയോ ആമേൻ ആണ് പ്രവർത്തിക്കുന്നതെന്ന് ശക്തിപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അങ്ങനെ ജഡത്തിന്റെ മോഹങ്ങൾ ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്കെതിരെ എന്ത് ചെയ്യണം, പോരാടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജഡത്തിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ആമേൻ വല വീശി ആമേൻ പ്രലോഭനത്തിനകത്ത് കുടുക്കി ആമേൻ ചില കാമുകന്മാർ അല്ലെ, ചില ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ, അപ്പനറിയാതെ അമ്മ അറിയാതെ ആമേൻ അതെ നോഹയുടെ കാലത്ത് ആമേൻ ബോധിച്ചവരെ അല്ലെ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ അല്ലെ നോക്കണേ, തക്കതുടയ ദൈവം കൊടുക്കുന്ന. പക്ഷെ ഇപ്പോഴും ഇക്കാലത്തും ആണാണോട് അവലംബനം പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ലെ, ലോക വഷളം പ്രവർത്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, സത്യത്തിന് മൂല്യമില്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മന്ത്രവാദ ആഭിചാര ശുദ്ധ പ്രയോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ജഡാഭിലാഷം ആത്മാവിനും ആത്മ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ നമ്മിൽ പ്രതികൂലമല്ല. അതുകൊണ്ട് ദൈവ പൈതലെ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതലെ, ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവ പൈതലെ, കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതാണ്. ആ മനുഷ്യൻ ബലപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജഡം ആമേൻ അത് ഇന്ദ്രിയ ജയം പ്രാപിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ഇടയ്ക്ക് ഇട കുറ്റം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ ആത്മാവിനേക്കാൾ
ജഡത്തിലോ ഇന്ദ്രിയങ്ങളിലോ നടക്കുന്നു. ഇടയ്ക്കിടെ കുറ്റം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ ആത്മാവിനേക്കാൾ ജഡത്തിലോ ഇന്ദ്രിയങ്ങളിലോ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, പ്രിയരെ, ഞാനും നിങ്ങൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? ചെയ്യരുതെന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ചിന്തിക്കരുതെന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നു, കാണരുതെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാണുന്നു, എടുക്കരുതെന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ എടുക്കുന്നു. ഇന്ദ്രിയങ്ങളാൽ മാത്രം ജീവിക്കുന്നത് വിശ്വാസവുമായി എന്ത് ചെയ്തിരിക്കുന്നു? വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ആമേൻ. വിശ്വാസത്താൽ, ആമേൻ, വിശ്വാസത്തിൽ ചെയ്യാത്തതെല്ലാം പാപമാണ്. എന്താണ്? വിശ്വാസത്താൽ ചെയ്യാത്തതെല്ലാം പാപമാണ്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് എന്താണ്? പാപമാണ്. ചെയ്യണമെന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നത് എന്താണ്? പാപമാണ്. അപ്പൊ വിശ്വാസത്തിൽ ചെയ്യാത്തതല്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, അങ്ങനെ പറയരുത്. അപ്പോ അവരുടെ അപ്പൻ എന്ന നിലയിൽ എന്നെ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അതെന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നെ അവരെ ഞാൻ പറഞ്ഞതിനെ അവർ വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ ചെയ്യുന്നത്? അതാണ് പാപം. സ്വർഗസ്ഥനായ ദൈവം ഈ ഭൂമിയിൽ ആക്കിയ മനുഷ്യനോട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നുവെങ്കിൽ ആ പറഞ്ഞ ദൈവത്തെ അവൻ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അപ്പോ ഭർത്താവിനോട് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറയുക. ഭർത്താക്കന്മാരായിരിക്കുന്നവര് അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ പറഞ്ഞ ദൈവത്തെ അവൻ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. പിന്നെ നിന്റെ ഭാര്യയെ സ്നേഹിക്കരുത്, അവളെ ഉപദ്രവിച്ചോളാൻ പറയുന്ന പിശാചിനെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായവർ കരപടിച്ചു കർത്താവിന് ഇന്ന് രാത്രി നിന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന വചനം നീ വായിച്ചിട്ടും നീ കേട്ടിട്ടും നീ ഗ്രഹിച്ചിട്ടും അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ, അതായത് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് തിന്മയായി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, തിന്മയുടെ ഉറവിടമായ പിശാചിന്റെ സ്വാധീനം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി തിന്മയുടെ ഉറവിടത്തെ ആമേൻ ഇല്ലാതാക്കുവാൻ ഉതകുന്ന ആത്മാവിന്റെ അതേ ജീവിതത്തിനായി, ഹല്ലേലൂയ, ആ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അപ്പോ ദൈവത്തിൽ ഇരുന്ന് കരയണം, പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ ദുഷ്ടലോകത്ത് എനിക്ക് അതേ നന്മയുടെ ഉറവിടമായ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അതുകൊണ്ട് പറഞ്ഞത്, ലോകത്ത് ആമേൻ അതേ പോകുന്നതിന് മുമ്പ്, ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിച്ചിട്ട് വേണം സാക്ഷിയായി പോകാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളും മഹിമ കണ്ട സാക്ഷിയായി ജ്യോതിസുകളെ പോലെ ശോഭിക്കുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ സംശയിക്കുന്നവർ, ഹല്ലേലൂയ, സംശയിക്കുന്നവർ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. എന്താ പാപം എന്നാ പറഞ്ഞു വരുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ ഇന്ദ്രിയങ്ങളിൽ മാത്രം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ അനുദപിക്കാത്തപ്പോൾ അവൻ നിങ്ങളെ കുറ്റം വിധിക്കുവാൻ തുടങ്ങും. അനുദപിക്കാത്തപ്പോൾ അനന്യാസിനെയും സഫീറയെയും അവൻ അവലപിച്ച് അവർ മരിച്ചു എന്ന് പറഞ്ഞ, അവലപിക്കുക എന്ന് പറഞ്ഞ ശിക്ഷിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ അതുകൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വെച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില ഹൃദയങ്ങളോട്, ചില വ്യക്തികളോട് ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. നോക്കണമേ, ഇവിടെ നമുക്ക് ആമേൻ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യതയെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. അവര് രണ്ടുപേരും ദൈവസഭയുടെ അംഗമായിരുന്നു എന്നുള്ളതാ സത്യം. അവര് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ആമേൻ
താല്പര്യമുള്ളവരായിരിക്കുന്നുവെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ശുശ്രൂഷിക്കുന്ന അഭിഷക്തനായ പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് ആമേൻ അനനിയാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജ്യം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ന്. ഇന്ന് രാത്രി ആരുടെയൊക്കെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കിയിരിക്കുന്നു. ആ കൈവശമാക്കിയിരിക്കുന്നത് കൊണ്ട് ചില നഷ്ടങ്ങൾ, ചില അകാല മരണങ്ങൾ, ചില അനർത്ഥങ്ങളെല്ലാം സംഭവിച്ചു. എന്നാൽ ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ അകാലത്തിലുള്ള മരണങ്ങളും കണ്ണുനീരും ദുഃഖങ്ങളും ശിക്ഷിക്കാതെ ആമേൻ അത് ആവർത്തിക്കാതെ ആമേൻ നീ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥമായി അനുഭവിക്കുവാൻ അതേ ദൈവത്തിന് പ്ലാനും പദ്ധതിയും നിന്നെ കുറിച്ചുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ആവർത്തിച്ച് ഒരു മാനസാന്തരത്തിന് വേണ്ടി, ഒരു പാപബോധത്തിനു വേണ്ടി, അല്ല യഥാർത്ഥമായി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ സന്ദേശം നിന്റെ കാതിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അത് വിൽക്കും മുമ്പ് ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജ്യം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ന്. പരിശുദ്ധാത്മാവിനോട് വ്യാജ്യം കാണിച്ച് ദൈവസഭയ്ക്കകത്ത് ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്ന അനന്യാസിനെയും സഫീറയെയും ന്യായം വിധിച്ച ഒരു കർത്താവിനെയാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വിൽക്കും മുമ്പേ നിന്റേതല്ല, അയ്യോ വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്റെ വാക്കുകൾ ഞാൻ ഉപസ്മരിക്കാൻ പോവുകയാണ്. ന്യായം വിധിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നീ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത്. ഇന്ന് രാത്രി വ്യാജം പ്രവർത്തിക്കുന്നവരെ ആമേൻ വെറുതെ വിടാതെ ഹല്ലേലൂയ അവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നോക്കണമേ, പുതിയ നിയമസഭയ്ക്കകത്ത് ആമേൻ അത് കേറിപ്പറ്റിയ അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്കകത്ത് ജീവിക്കുവാൻ അവസരം ലഭിച്ച അനനിയാസും സഫീറയും ചെയ്തത് പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്തിട്ട് തന്റെ അഭിഷക്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഇതാ ഇവിടെ ആത്മാവ് വിവേചിച്ച് അഭിഷക്തനായ പത്രോസിലൂടെ വിശ്വാസികളായി, ദൈവവൈതലായി, ദൈവമക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച അനനിയാസും സഫീറയും കാണിച്ചത് ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് ആമേൻ ബോധ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഈ വാക്ക് കേട്ടിട്ട് അനനിയാസ് വീണ പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ ഭയപ്പെടും? സ്നേഹിത, സഹോദരി, സഹോദര, കുഞ്ഞെ, മാതാവേ, പിതാവേ, അഭിഷക്തനെ നാളുകളായി കേട്ട് തഴമ്പിച്ച ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കേട്ട് തഴമ്പിച്ച ആമേൻ ഹൃദയത്തിന്റെ ആമേൻ അതെ ആ കാഠിന്യതയോടെ ഇരിക്കരുതേ, അനുദപിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകും. ഇന്നലെ നീ കാട്ടിയത്, അഭിഷക്തനോട് പറഞ്ഞത്, ആത്മാവിനെതിരെ നീ നിന്റെ ശരീരത്തെ ആമേൻ വിട്ടുകൊടുത്തതാ. ദൈവത്തിന്റെ ആത്മാവ് അതെ നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നു. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ശരീരം ആമേൻ അതെ ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങൾ എന്റെ അകത്തേക്ക് ദൈവാത്മാവ് നൽകുന്നുണ്ട്. കുഞ്ഞെ, നിന്റെ ശരീരം കൊണ്ട് നീ പാപം ചെയ്യരുത്. നിന്റെ ശരീര അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്യരുത്. നിന്റെ കണ്ണുകൾ കൊണ്ട്, നിന്റെ കാതുകൾ കൊണ്ട്, നിന്റെ കാലുകൾ കൊണ്ട്, നിന്റെ നാവുകൾ കൊണ്ട്, നിന്റേതായ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കുക, ഈ വാക്ക് കേട്ട് അനനിയാസ് പ്രാണനെ വിട്ട് ഇത് കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീലമൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3-ാം മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. ഇന്നും ഒന്നും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞു പോയവരുടെ ഹിസ്റ്ററി, അകാലത്തിൽ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിതം രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ദൈവസഭയുടെ അംഗമായതാ, സ്വത്രകാഴ്ച ദശാംശമൊക്കെ കൃത്യമായിട്ട് കൊടുത്തതാ. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ഐക്യതയാണ്. കൃത്യമായിട്ട് സഭയിൽ വരുന്നുണ്ട്. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലനിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. നോക്കുക, എന്തൊരു ഐക്യതയാണ് ഭാര്യ ഭർത്താവും. ഇന്ന് രാത്രി പാപത്തിന് വേണ്ടി ഐക്യത കാട്ടുന്ന ഭാര്യ ഭർത്താക്കന്മാരാണോ?
അപ്പനും മക്കളുമാണോ? സഹോദരങ്ങളുമാണോ? സഭ കമ്മിറ്റിയാണോ? പാപത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പത്രോസിന്റെ കാലയളവിൽ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് വ്യാജ്യം കാണിച്ച അനനിയാസിനെ സഫീറയും പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ന്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കെതിരെ, ദൈവത്തിന്റെ വചനത്തിനെതിരെ തമ്മിൽ ഒക്കുന്നവര്, തമ്മിൽ ഒത്തു പ്രവർത്തിക്കുന്നവര് ഇന്ന് രാത്രി ന്യായം വിധിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ ചെയ്യുന്ന പറയുന്ന നിസ്സാര കാര്യങ്ങൾക്കും ദൈവം മുമ്പാകെ കണക്ക് കൊടുക്കേണ്ട ഒരു സമയം ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാൻ സമയം മാതരമായി കൊണ്ടിരിക്കുകയാണ്. അറിയായ്മയുടെ കാലത്ത് ദൈവം ക്ഷമിച്ച എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹിത, മൂക്കിൽ പഞ്ഞു വെച്ച ആമേൻ മണ്ണിന് ഇരയാകുന്നതിന് മുമ്പ് ഒന്ന് അനുദമിക്കാൻ തയ്യാറാകുക. ആ നാശയോഗ്യൻ ഒഴികെ, ആ നാശയോഗ്യൻ ഒഴികെ അനുദമിക്കുവാൻ അതേ മനസ്സ് വെച്ച പത്രോസിനെ തള്ളിപ്പറഞ്ഞിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. കരുണാമയൻ കരുണ കാണിച്ച് ചേർത്ത് നിർത്തി ദൈവസഭയുടെ അഭിഷക്തനാക്കി, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാക്കി അഭിഷേകം ചെയ്തവൻ ഇന്ന് രാത്രി കർത്തൃവേലയുടെ മുഖത്ത് ശക്തമായി പ്രയോജനപ്പെടുവാൻ കണ്ടിരിക്കുന്ന അഭിഷക്തനെ, നിന്നെ ഒതുക്കാൻ നോക്കുന്ന ദുഷ്ട പിശാചിനോട് ചേർന്ന് സഹകരിച്ച ജീവിതം പാഴാക്കാതെ ഹല്ലേലൂയ നിന്നെ അതേ വീണ്ടെടുക്കുവാൻ കാൽവറിയിൽ യാഗം ആയി തീർന്ന രക്തമൊഴുക്കിയ ഇനിയും മടങ്ങി വന്ന് നിന്നെ ഞാനിരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞ കർത്താവിന്റെ പക്ഷക്കാരനായി, കർത്താവ് സ്ഥാപിച്ച ദൈവസഭയുടെ അഭിഷക്ത ശുശ്രൂഷകനായി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ഉയരത്തിൽ അഭിഷേകം എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ മാളികമുറിയിൽ മുഴങ്ങാൽ മടക്കിയ ഒരു വ്യക്തിയെ പോലും തള്ളിക്കളയാതെ അഭിഷേകം ചെയ്തയച്ച സ്വർഗം ഇന്ന് രാത്രി നിന്നെയും ഉപയോഗിക്കുവാൻ, നിന്നെ അഭിഷേകം ചെയ്യുവാൻ, നിന്നെ അയക്കുവാൻ, നീ പോകുന്നിടത്ത് ലജ്ജിക്കപ്പെടാതെ നിന്നിലൂടെ രോഗികൾ സൗഖ്യമാകുവാൻ, നിന്നിലൂടെ പാപികൾ മനം തിരിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അയപ്പാൻ ശക്തരായതായി. ഹല്ലേലൂയ. ഇങ്ങനെ ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണു, പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചുവെന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. ആമേൻ. വീട്ടില് ഒരുമിച്ച്, ആമേൻ. അതെ, വ്യാജത്തിന് ഒരുമിച്ച്. ഇപ്പോ നല്ലൊരു അടക്കം കിട്ടി, അതും എവിടെയാ? ഒരുമിച്ച്. ഹല്ലേലൂയ. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ഇന്ന് രാത്രി എത്ര പേർ ദൈവം ഭയമുള്ളവരായി മാറ്റപ്പെടും. വേഗം അനുദമിക്കുക, എല്ലാ കണ്ണുകളും അടച്ചാട്ടുക. ഇന്ന് രാത്രി അപ്പ ആമേൻ അതെ ഒരു ഹൗസ് വൈഫ്, ഒരു സഭാ ശുശ്രൂഷകന്റെ ഭാര്യയാകാം, ആമേൻ ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ആമേൻ അതെ ഭാര്യയാകാം, ഒരു സെൻട്രൽ മിനിസ്റ്റർ ആകാം, ഒരു പ്രസ്ഥാനത്തിന്റെ ആമേൻ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാകാം, ആമേൻ ആരും ആയിക്കോട്ടെ, നേതാവേ, അഭിഷക്തനെ, മാതാവേ, പിതാവേ, നീ കാട്ടിയ ആ കാട്ടായം, നീ ചെയ്ത ആ ചെയ്തി, ഹല്ലേലൂയ, നീ ചിന്തിച്ചത്, നീ വ്യാജത്തിന് കൂട്ടുനിന്നത്, ആമേൻ അതെ ഇന്ന് രാത്രി കർത്താവ് നിന്നോട് ചോദിച്ചാൽ, നിന്റെ പ്രാണനെ നീ വിട്ടാൽ, ആമേൻ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നോക്കുക. ആമേൻ ഇന്ന് രാത്രി വേഗം അനുദമിക്കുന്നവനോട് കരുണ കാണിക്കുന്ന ദൈവം അധർമ്മം മറിച്ച് ആമേൻ ലംഘനം ക്ഷമിച്ചു. ആമേൻ കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ആര് ക്ഷമിക്കണം? കർത്താവ് ക്ഷമിക്കണം. ആ കാൽപാദപുരത്തിലേക്ക് ഒന്ന് വീഴാമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ക്രൂശിന്മേൽ
കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ എൻ്റെ കാൽ ചാകുന്നു. ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക, ദൈവത്തിൻ പുത്ര നീ ശാപത്തിലായല്ലോ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും. എത്ര പേർ ഇന്ന് രാത്രി സമർപ്പിക്കും? കഷ്ടങ്ങളിൽ വന്നാലും നഷ്ടങ്ങളിൽ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. വേഗത്തിൽ അനുദമിച്ചാൽ അവന്റെ പാപമോചനം, ആമേൻ, ആ ക്രിസ്തുവിലൂടെയുള്ള ആ പാപമോചനം എത്ര പേർ ആവശ്യപ്പെടും? ആമേൻ. നീതിയിൽ നടക്കുക, ഹല്ലേലൂയ. അവന്റെ ആ ജീവിതവും സമാധാനവും ആസ്വദിക്കുക, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച് നമ്മുടെ കർത്താവിന്റെ കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്താൽ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ അകക്കണ്ണ് ഒന്നും കൂടെ പ്രകാശിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ജീവന്റെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, നിലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ എല്ലാ കുറവുകളെയും എല്ലാ പാപപ്രവർത്തികളെയും ഏറ്റുപറഞ്ഞ് ഇന്ന് രാത്രി അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന അങ്ങയുടെ മക്കളോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഇന്ദ്രിയങ്ങളിൽ നിന്ന് പൂർണ്ണമായി ജയം നേടുവാൻ ആഗ്രഹിക്കുന്നവരെ ഇന്ന് രാത്രി ആ ജഡ സ്വഭാവങ്ങൾ ഉരിഞ്ഞുകൊണ്ട് ആത്മാവിന്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിനെ അങ്ങ് പകരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിലകളിൽ സംഭവിച്ചതെല്ലാം ഇന്ന് രാത്രി ഏറ്റുപറയുന്നവരോട് അങ്ങ് കരുണ കാണിക്കണമേ, അവരോട് ക്ഷമിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. എപ്പോഴും വിശ്വാസത്തിലും ആത്മാവിലും യേശുവിൻ നാമത്തിൽ ജീവിക്കുവാൻ, ഹല്ലേലൂയ, യേശുവിനെ അനുഗമിക്കുവാൻ നല്ല നായകനായ അവരുടെ മുമ്പിൽ ആമേൻ നടക്കുന്ന കർത്താവിനെ അനുഗമിക്കുവാൻ, കർത്താവിന്റെ പക്ഷക്കാരനായി, കർത്താവിന്റെ ലേബലിൽ, കർത്താവിന്റെ ഐഡന്റിറ്റി ആമേൻ അത് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ കർത്താവ് എല്ലാവരെയും സഹായിച്ചു. കർത്താവേ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പിതാവിന്റെ പുത്രപരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിക്കുന്നു. അടിയനെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, തലമുറകളെ ഏൽപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ അങ്ങ് കാണിച്ച കരുണയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം. പൂർവാധിക ശക്തിയോടെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ പിന്നെ അടിയങ്ങൾക്ക് കൃപ നൽകിയാണ്. നമ്മുടെ പുത്രനായ യേശുവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഇന്ന് രാത്രിയിലെ അതിന്റെ ശുശ്രൂഷ അനുഗ്രഹമായി ആമേൻ അനുഭവിക്കുവാൻ കഴിഞ്ഞവർ അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹവും സന്തോഷവും ഉണ്ടെങ്കിൽ 9744703489 എന്ന വാട്സാപ്പ് നമ്പറിൽ
റിക്വസ്റ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ ഞങ്ങൾക്കൊരു ചാനലുണ്ട്, സ്നേഹതീരം പ്രയർ ഫാമിലി എന്നാണ്. ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യൂ, നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുക. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഓൺ ചെയ്താൽ അശ്ലീലത നിറഞ്ഞ നിരവധി വീഡിയോ ക്ലിപ്പുകൾ ആമേൻ അതേ ഓടി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവകൃപ പ്രാപിച്ച അഭിഷേകമുള്ള അഭിഷക്തന്മാർ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, അവരുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ പാടുകയും ശുശ്രൂഷിക്കുകയും കഥകൾ പറയുകയും ആത്മീയമായി അതേ ദൈവവുമായി കൂട്ടായ്മ ബന്ധത്തിലേക്ക് അടുക്കുവാൻ കഴിയുന്ന നിരവധി വീഡിയോകൾ, ആമേൻ ഓഡിയോകൾ, ആമേൻ MP3കൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്നു. എൻ്റെ ഭാര്യ കർത്താവിൻ്റെ ദാസൻ ഷീജ ഷിജു ആമേൻ വെള്ളിയാഴ്ച തോറും ആമേൻ മധ്യസ്ഥ പ്രാർത്ഥന വഹിക്കുന്നു. ഒപ്പം ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം പാടുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. എളിയവന് ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ കൈത്താങ്ങലായി ഒരുമിച്ച് ആമേൻ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോൺസ്. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് വീണ്ടും